ഓണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. മലയാളിയുടെ ഓണപ്പൂക്കളത്തിൽ നിറം പകരാൻ നാട്ടിൻപുറങ്ങളിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. ഓണവിപണി ലക്ഷ്യമിട്ട് വടക്കഞ്ചേരിയിൽ കുടുംബശ്രീ അംഗങ്ങൾ ഒരുക്കിയ ചെണ്ടുമല്ലിപ്പാടവും ഇപ്പോൾ വിളവെടുപ്പിന് ഒരുങ്ങുകയാണ്. അത്തം മുതൽ ഓണം വരെ നീളുന്ന പൂക്കാലത്തിന് ഇത്തവണ സ്വന്തം നാട്ടിൽ വിരിഞ്ഞ പൂക്കളുമായി തുടക്കമിടുകയാണ് കുടുംബശ്രീ അംഗങ്ങൾ. വടക്കഞ്ചേരി CDSന്റെ സഹകരണത്തോടെ കുടുംബശ്രീ അംഗങ്ങളായ പ്രീത, ദിവ്യ, രഞ്ജിത, ഉഷ എന്നിവർ ചേർന്നാണ് അഞ്ചുമൂർത്തിമംഗലത്ത് പാട്ടത്തിനെടുത്ത 10 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷിയിറക്കിയത്. ഓണവിപണി ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ നിറപ്പൊലിമ പദ്ധതിയുടെ ഭാഗമായാണ് കൃഷിക്ക് തുടക്കമിട്ടത്. ഏകദേശം 1000-ഓളം ചെണ്ടുമല്ലി തൈകളാണ് 10 സെന്റ് സ്ഥലത്ത് നട്ടുവളർത്തിയത്. ജൂൺ 20-ന് നടിയിൽ നടത്തിയ തൈകൾക്ക് കൃത്യമായ പരിചരണവും വളപ്രയോഗവും ജലസേചനവും നൽകി. നടിയിൽ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ ചെടികളിൽ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ നിറയെ പൂക്കളുമായി പാടം വിളവെടുപ്പിന് പാകമായിരിക്കുകയാണ്. ഓണത്തിന് മുന്നോടിയായി പൂക്കൾ പൂർണ്ണമായും വിളവെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് കൃഷി ക്രമീകരിച്ചത്. അത്തം മുതൽ ഓണം വരെ പൂക്കൾക്ക് ആവശ്യക്കാരേറുന്നതിനാൽ സ്വന്തം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പൂക്കൾക്ക് നല്ല വിപണി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബശ്രീ അംഗങ്ങൾ. കുടുംബശ്രീ ജില്ലാ മിഷന്റെ തീരുമാനപ്രകാരം നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ കുടുംബശ്രീ CDS ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിറപ്പൊലിമ എന്ന പരിപാടി ആരംഭിക്കുകയും അത് ഏകദേശം ജൂണിലാണ് ഈ പരിപാടി ആരംഭിച്ചത്. ഇതിന് തയ്യാറായി വന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 5 പേരടങ്ങുന്ന CDS മെമ്പർ ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ കുടുംബശ്രീ CDSന്റെ സഹായത്തോടുകൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടെ ആരംഭിച്ച ഒരു ഹൈബ്രിഡ് തൈ നമ്മുടെ ഇവിടെ നൽകുകയും അതിൻ്റെ ഭാഗമായി അത് കൃത്യമായി അവർ അത് നടുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ പച്ചക്കറി തൈയും വെണ്ട, വഴുതന ഉൾപ്പെടെ മുളക് തൈ ഉൾപ്പെടെ ഇതിൻ്റെ കൂടെ വയ്ക്കുകയും അതിൻ്റെ ഒരു ഫലം നമ്മൾക്ക് ലഭിക്കാനിടയായി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വരാൻ പോകുന്ന അല്ലെങ്കിൽ അടുത്ത വർഷം ഇതിലും വിപുലമായിട്ടാണ് ഏകദേശം ഒരു ഏക്കർ കണക്കിന് സ്ഥലം ഏറ്റെടുക്കുകയും അതിൽ ഇതുപോലെ ചെണ്ടുമല്ലി തൈയും അതുപോലെ തന്നെ നമുക്ക് ഇത് കൂടാതെ കുറച്ച് അധികം പച്ചക്കറി കൃഷിയും കൂടെ ചെയ്ത് ഒരു വ്യത്യസ്ത രീതിയിൽ കുടുംബശ്രീ CDSന് നല്ല രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുകയും അതിന് നേതൃത്വം കൊടുത്ത് നല്ല രീതിയിൽ കൂടുതൽ CDS അംഗങ്ങൾക്കും അതുപോലെ കുടുംബശ്രീ അംഗങ്ങൾക്കും പ്രയോജനകരമായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തും എന്നാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചെണ്ടുമല്ലിക്ക് പുറമെ പയർ, വെണ്ട, വഴുതിന, വെള്ളരിക്ക, പച്ചമുളക് തുടങ്ങിയ പച്ചക്കറികളും ഇതേ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട്. ഓണവിപണി മുന്നിൽ കണ്ട് പൂക്കളോടൊപ്പം വിഷരഹിതമായ പച്ചക്കറികളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. കുടുംബശ്രീയുടെ വിപണന കേന്ദ്രങ്ങളിലൂടെ ഓണത്തോടനുബന്ധിച്ച് പൂക്കളും പച്ചക്കറികളും വിൽക്കാനാണ് പദ്ധതി. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ കൃഷി. കുറഞ്ഞ സ്ഥലത്ത് കൃഷിയിറക്കി മികച്ച രീതിയിൽ വിളവ് ലഭിച്ചതോടെ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് കുടുംബശ്രീ അംഗങ്ങളുടെ തീരുമാനം. സംരംഭത്തിന് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഉമർ ഫാറൂഖിന്റെയും CDS ചെയർപേഴ്സൺ രമ ജയന്റെയും പിന്തുണയുമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.